ശ്രീകണ്ഠന്റെ ഒരു പ്രസ്താവന പ്രസംഗത്തിൽ അല്ല, ഞാനിപ്പോ ഈ മാർച്ചിന്റെ ഭാഗമായി പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ പറഞ്ഞ സ്ത്രീ വിരുദ്ധ പരാമർശം, ആ സ്ത്രീ വിരുദ്ധ പരാമർശം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് വരാൻ പാടില്ലാത്തതാണ്. പിന്നെ പൊതുവെ ശ്രീകണ്ഠൻ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടും കോൺഗ്രസിന്റെ പൊതു സംസ്കാരം സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡനവുമായതുകൊണ്ടും ശ്രീകണ്ഠനിൽ നിന്ന് അത്തരം വാചകം വന്നത് ഞാൻ അതിശയിക്കുന്നില്ല. പക്ഷേ പാലക്കാടിന്റെ MP ആയി ജനങ്ങൾ തെരഞ്ഞെടുത്ത ശ്രീകണ്ഠൻ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ തെറ്റായ പരാമർശം ഖേദം പ്രകടിപ്പിക്കൽ മാത്രമല്ല, സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം. അന്തസ്സ് ഉള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും ഈ കേരളത്തിലെയും രാജ്യത്തിലെയും സ്ത്രീകളെ ബഹുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് മാപ്പ് പറയുകയാണ് ശ്രീകണ്ഠൻ എടുക്കേണ്ട നിലപാട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വേറെ പരാതികൾ വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ തന്നെ ഒരു MPയുടെയും ഒരു മുതിർന്ന നേതാവിന്റെയും മകളാണ് വിവാഹ വാഗ്ദാനം നൽകി എന്ന തരത്തിലേക്ക് ഇടയ്ക്കുന്ന തരത്തിലാണ്. അങ്ങനെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. നമ്മളിപ്പോ ഈ ആകാശത്തുകൂടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഒരു MP, മുൻ MP, അവരുടെ മകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പീഡകനെ മാത്രം എന്താ പറയുക, അവൻ്റെ വൃത്തികേടുകളും അവൻ ചെയ്തിട്ടുള്ള സ്ത്രീ പീഡനങ്ങളെല്ലാം പൊതുസമൂഹം ഇപ്പോൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, നമ്മൾ അതും കൂടി മനസ്സിലാക്കി. ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ പറയുന്ന മുൻ MP എന്ന് പറഞ്ഞില്ല, മുൻ MP ആണെങ്കിലും മുൻ MPയുടെ മകളാണെങ്കിലും ഇവർക്കെല്ലാം ഒരു കുടുംബപരമായ ജീവിതമുള്ളതാണ്. നമ്മൾ അതുകൂടി ആലോചിക്കണം. മനുഷ്യത്വപരമായി ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വേണം അത്തരം കാര്യങ്ങൾ പറയാൻ. തികച്ചും രാഷ്ട്രീയ വിരോധം എന്നുള്ളതിനപ്പുറം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് കോൺഗ്രസിന്റെ മുൻ MP ആണെങ്കിലും മറ്റാരാണെങ്കിലും അവർക്ക് കൂടി വ്യക്തിജീവിതവും കുടുംബജീവിതവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഒരു കാര്യം നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇന്നലെ വരെ ഇരുന്നവർ ഇന്നലെയും പത്രമാധ്യമങ്ങളോട് ധിക്കാരപരമായും അഹങ്കാരത്തോടുകൂടിയും ദാക്ഷ്യത്തോടുകൂടിയുമാണ് സംസാരിച്ചത്. വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ അവൻ ചെയ്തത്. മാത്രമല്ല, കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശിനെയും സണ്ണി ജോസഫിനെയും അവന്റെ കാലിലൊരു രോമത്തിന് പോലും വില കൽപ്പിക്കില്ല എന്നുള്ള പ്രസ്താവനയാണ് മാധ്യമങ്ങളോട് നടത്തിയത്. എന്തുകൊണ്ടാ അയാൾ പറഞ്ഞത്? നിങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഞാൻ രാജിവെക്കുന്നത്, എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചു. എനിക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ള യുവനടി എന്റെ വേണ്ടപ്പെട്ട പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു. ഫോൺ സംഭാഷണമെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പത്രക്കാര് രാജിവെക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇപ്പോ 12:13 ഞാൻ രാജിവെച്ചിട്ടില്ല, എന്നോട് രാജിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ്. എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ KPCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിനോട് നടത്തണം. അല്ലെങ്കിൽ സധൈര്യം മുന്നോട്ട് വന്നിട്ട് പറയണം, ഞങ്ങൾ കൂടി കൽപ്പിച്ചിട്ടാണ്, കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും ഇവനെ മാറ്റിയത്, അത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് എന്ന് പറയാൻ സതീശനോ ഷാഫി പറമ്പിലിനോ അതുപോലെ സണ്ണി ജോസഫിനോ ധൈര്യമുണ്ടോ, ആർജവുമുണ്ടോ? ഷാഫി പറമ്പിലിന് ആർജവം ഉണ്ടാവില്ല. കാരണം ഇവന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂടെ നിൽക്കുകയും സഹായിക്കുകയും അതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ജനം കരുതുന്നത്. ജനം അങ്ങനെ കരുതുള്ളൂ. എവിടെ പോയാലും ഈ രണ്ട് വിദ്വാൻമാരല്ലാതെ മറ്റാരെയും കാണില്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി
നേതൃത്വത്തിലേക്ക് വന്ന ആളുകളല്ലാത്തതുകൊണ്ട് റീൽസ് നടത്തിയും മാധ്യമ ചർച്ചകളിലൂടെയും ഉയർന്നു വന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഈ കേരളത്തിന് അപമാനമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കണം. നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവൻ രാജിവെച്ചത്? ഇനി ജനപ്രതിനിധിയായി ഇരിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ എന്നുകൂടി കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കണം. ജില്ലയിൽ ഒരു പരിപാടിയും പങ്കെടുപ്പിക്കില്ല, തടയുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു തീരുമാനമായിട്ടൊന്നും ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ഒരു വികാരമുണ്ടല്ലോ. ഈ ജനവികാരം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം നല്ലതുപോലെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ നല്ലത്. അല്ലാത്ത പക്ഷം ഇത്തരം പൊതുപരിപാടികളിൽ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വന്നാൽ ഞങ്ങളതിന് ഉത്തരവാദികളല്ലാന്നേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ അയാളെ പൊതുപരിപാടികളിൽ പങ്കെടുക്കണോ പങ്കെടുപ്പിക്കണ്ടയോ എന്നെല്ലാം ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും. അതിനുശേഷം അത് പങ്കുവയ്ക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു അത് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണ്. CPM-ന് ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐ തടയും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തടയുമല്ലോ. അതിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. കൂത്താന്തറ സ്കൂളുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇന്നലെ RSS കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്നത് CPM LDF ആണ്. പക്ഷെ ഇതുവരെ അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല. പോലീസ് ആ കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം ഞങ്ങൾ ഇന്ന് അന്വേഷിച്ചപ്പോഴും പോലീസ് അങ്ങനെ റെയ്ഡിനൊന്നും മുതിരുന്നതായി അറിയാൻ കഴിഞ്ഞില്ല. ഒരു റെയ്ഡ് ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നില്ലേ പോലീസിന്റെ ഭാഗത്ത്? ഒരു കാര്യം കൂടി ഇതുവരെ പ്രതികളെ പിടിക്കാനും കഴിയും. നിങ്ങൾ രണ്ടാളും ഒരു തെറ്റായ ചോദ്യമാണ് ചോദിച്ചത്. അതായത് ആദ്യത്തെ ചോദ്യം, CPM-ന്റെ ജില്ലാ സെക്രട്ടറി കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി അതിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് ഇനിയും വൈകണോ അല്ലെങ്കിൽ വൈകുന്നത് ശരിയാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒരു കാര്യം മിനിമം മനസ്സിലാക്കിയ എന്റെ പത്രസുഹൃത്തുക്കൾ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി CPM-ന്റെ മാത്രം ജില്ലാ സെക്രട്ടറിയാണ്. കേരള ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയാനും കേരള ഗവൺമെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് നിശ്ചയിക്കാനും യാതൊരു വിധത്തിലുള്ള അവകാശം ആർക്കില്ല? CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കില്ല. അത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിലാകെ നിയന്ത്രിക്കാൻ, പോലീസ് സേനയെ നിയന്ത്രിക്കാൻ അതിന്റെ തലപ്പത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന്റെ റാങ്കാണ് DGP. മനസ്സിലായില്ലേ? ഞങ്ങൾ അവരോടെല്ലാം ഈ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട്, ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് RSSന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അങ്ങനെ പോലീസ് അന്വേഷിച്ചു വരുന്ന ഘട്ടത്തിൽ ഇപ്പൊ തന്നെ നിങ്ങൾ റെയ്ഡ് ചെയ്ത് കളയണം എന്ന് പറയുന്നതും അതൊക്കെ ഒരു ബാലിശമായ കാര്യമാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരണ കാര്യങ്ങളിൽ ദൈനംദിനം ഇടപെടുന്ന ഒരു പാർട്ടി അല്ല ഞങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, കേവലം CPM-ന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തുക എന്ന നിലപാടുള്ള, നയമുള്ള ഈ മുന്നണിക്ക് വളരെ കൃത്യതയോടുകൂടി ഇത് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും നല്ല ശേഷിയുണ്ട്. അത് ഞങ്ങള് ഇന്നലെ തന്നെ അതിന്റെ പരാതികളെല്ലാം ഓൺലൈൻ മുഖേന എത്തിച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ ഇടയിൽ കൂടെ 24 ചാനലുകാരനൊരു ചോദ്യം ചോദിച്ചു, മനസ്സിലായി, നമ്മുടെ ശ്രീജിത്ത്. അപ്പൊ ശ്രീജിത്ത് ഒരു ശരിയല്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. കാരണം ബോംബ് നിർമ്മാണം നടത്തി ആ കോമ്പൗണ്ടിനകത്ത് ബോംബുകൾ കണ്ടു. ഇത് ആരാണ് എന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ആകാശത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പ്രതികളെ. പറ്റുമോ? അപ്പൊ അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റൂ. നിങ്ങൾ മറ്റേ സ്വാമി ഇല്ലേ, ഗോവിന്ദസ്വാമി ഫിസിക്കലായി ജയിലിൽ ചാടി മണിക്കൂറിനകം ആര് പിടിച്ചു? പോലീസ് പിടിച്ചു. ഇത് നമ്മൾ ഇരുട്ടി തപ്പും പോലെയാ, മനസ്സിലാവില്ല. അപ്പൊ അതിനൊരു സമഗ്രമായ അന്വേഷണം വേണം. സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തന നേതൃത്വം കൊടുത്ത ക്രിമിനൽ സംഘത്തെയും അതിൽ RSSന്റെ പങ്കിനെ കുറിച്ചും അതിലെ പ്രതികളെയെല്ലാം കണ്ടെത്താൻ സാധിക്കും. അതിനൊരു സമഗ്രമായ അന്വേഷണം വേണം.
ഈ RSSന്റെ നേതൃത്വത്തിലുള്ള സ്കൂളിൽ ആണ് ഇത് സ്ഫോടകങ്ങൾ ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കുന്ന റെയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്തോറും അതെല്ലാം അവിടെ നിന്ന് മാറ്റാനും നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അതായത് നമ്മൾ ഈ ജില്ലയിലെ പോലീസ് മേധാവിയോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു പോലീസ് സേനയുടെ ഒരു നയം ഉണ്ടാവുമല്ലോ, ആ നയത്തിനനുസരിച്ച് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ്. ഒരിക്കലും നമ്മുടെ എല്ലാ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടവരാണ് പാലക്കാട് ജില്ലയിലെ പോലീസ് സേന. നമ്മളെക്കാൾ ജാഗ്രതയും നമ്മളെക്കാൾ സീരിയസ്നെസ്സും ആ കാര്യത്തിൽ പാലക്കാട് ജില്ലയുടെ പോലീസ് സേനയിരിക്കും, പോലീസ് സേനയുടെ മേധാവിക്കും ഉണ്ടാകും എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിൽ അതൊരു ചെറിയ പ്രശ്നമായി കാണേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ കാര്യത്തിൽ നമ്മളുടെ ആരുടെയും ഉപദേശമോ സമ്മർദ്ദമോ ഇല്ലാതെ തന്നെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത്തരം ബോംബുകൾ കണ്ടെത്തിയതിന്റെ ഭാഗമായി ഏറ്റവും മാരകമായ വകുപ്പിട്ടുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഓക്കെ.